എല്ലാ നല്ലവരായ സിനിമാ പ്രേമികൾക്കും സിനിമ ആസ്വാദകർക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. അപ്പോൾ ജോജു ജോർജിന്റെ ആദ്യത്തെ സംവിധാനത്തിൽ പിറന്ന ഒരു സൂപ്പർ ഹിറ്റ് മൂവിയാണ് പണി. പണിയുടെ രണ്ടാം ഭാഗമാണ് വരാൻ പോകുന്നത്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ്. ജോജു ജോർജ് സംവിധാനം ചെയ്ത ആദ്യ ചിത്രം 2024 ഒക്ടോബറിലാണ് തിയേറ്ററിലെത്തിയത്. പണി എന്ന സിനിമ. ജോജു നായക കഥാപാത്രത്തെ അവതരിപ്പിച്ചു ആ ചിത്രത്തിൽ. അതുകൂടാതെ ആ ചിത്രത്തിൽ പ്രത്യേകത 2 ശ്രദ്ധേയമായ കഥാപാത്രങ്ങൾ, 2 കിടിലൻ വില്ലന്മാരെ അവതരിപ്പിച്ചിട്ടുണ്ട്. അതായത് 2 പേരും ബിഗ് ബോസ് താരങ്ങളായിരുന്നു. അതായത് ഇപ്പോഴത്തെ അല്ല, മുന്നത്തെ ബിഗ് ബോസ് താരങ്ങൾ സാഗർ സൂര്യയും ജുനൈസും. അപ്പൊ പണിയുടെ രണ്ടാം ഭാഗം തന്നെയാണ് ജോജു അടുത്തതായി ഒരുക്കുന്നത്. സോഷ്യൽ മീഡിയയിലൂടെയാണ് ജോജു ഇക്കാര്യം അറിയിച്ചിട്ടുള്ളത്. അതായത് ഡിസംബർ മാസത്തോടെ അതിന്റെ ചിത്രീകരണം ആരംഭിക്കുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. അതായത് പണി ഫ്രാഞ്ചൈസിൽ 3 ഭാഗങ്ങളെങ്കിലും ഉണ്ടാകുമെന്നാണ് ജോജു ജോർജ് പറയുന്നത്. പണി 2 ആദ്യ ഭാഗത്തേക്കാൾ കുറച്ചുകൂടി തീവ്രത കൂടിയ കഥയായിരിക്കുമെന്നും 1-ാം ഭാഗവുമായി അടുത്ത ഭാഗങ്ങൾക്ക് യാതൊരു ബന്ധവും ഉണ്ടാവില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. എല്ലാം പുതിയ അഭിനേതാക്കളും പുതിയ സ്ഥലവും പുതിയ കഥയും ആയിരിക്കും. പണിയുടെ ആദ്യത്തേത് നമുക്കറിയാം, തൃശ്ശൂർ സിറ്റിയിൽ ഉള്ള ഒരു കഥയായിരുന്നു അത്. അപ്പൊ 2-ാം ഭാഗത്തില് പുതിയ കഥ പുതിയ ഭാഗത്തിടുന്നത് പറയുന്നത്. അപ്പൊ തൃശ്ശൂരാവാൻ സാധ്യത കുറവാണ്. അതുകൂടാതെ 2-ാം ഭാഗത്തിന്റെ തിരക്കഥ ഇതിനോടകം തന്നെ പൂർത്തിയായിട്ടുണ്ട്. അതുകൂടാതെ പ്രധാനമായും 1-ാം ഭാഗത്തിൽ 2 കിടിലൻ വില്ലന്മാരെ അവതരിപ്പിച്ചെങ്കിൽ കൂടിയും 2-ാം ഭാഗത്തിൽ പുതുമുഖങ്ങളെ ആയിരിക്കും ചിത്രത്തിൽ ഉണ്ടാവുക എന്നും പറയുന്നുണ്ട്. അതുകൂടാതെ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്, അത് നമ്മൾ ശ്രദ്ധിക്കണം. പണിയുടെ 3-ാം ഭാഗത്ത് വരുമ്പോൾ അത് 1-ാം ഭാഗവും 2-ാം ഭാഗത്തിൽ നിന്നും തികച്ചും വിഭിന്നമായിരിക്കും എന്ന് പറയുന്നത്. അതുകൂടാതെ അതിൽ കുറച്ചും കൂടി തീവ്രത ഉണ്ടായിരിക്കും എന്നും പറയുന്നുണ്ട്. പണിയില് ഗിരി എന്ന പറയുന്ന ഒരു ഗുണ്ടാ കഥാപാത്രത്തെയാണ് ജോജു ജോർജ് അവതരിപ്പിച്ചത്. ഗുണ്ടയാണെങ്കിൽ കൂടിയും ഇപ്പോൾ പ്രസന്റ് കാലത്ത്, സിനിമയുടെ പ്രസന്റ് കാലത്തിൽ ഗുണ്ടാപ്പണിയൊക്കെ ഉപേക്ഷിച്ച് അവര് ചരിത്രം പിന്നിലേക്ക് നോക്കുക, ഒരു ഫ്ലാഷ് ബാക്ക് ഗുണ്ടാ ചരിത്രമായിരുന്നു അവര്. അതുകൂടാതെ പ്രശാന്ത് അലക്സ്, സുജിത് ശങ്കർ തുടങ്ങിയ വൻ താരനിടയും കൂടാതെ 60ഓളം പുതിയ താരങ്ങളും ആദ്യത്തെ പണിയില് അഭിനയിച്ചിട്ടുണ്ട്. അതുകൂടാതെ ഏകദേശം ചിത്രീകരണം 110 ദിവസത്തോളം എടുത്തു എന്നാണ് പറയുന്നത്. അതായത് ഒരു മാസ ത്രില്ലർ റിവഞ്ച് സ്റ്റോറിയാണ് പണി 1 വന്നിട്ടുള്ളത്. അത് ജോജു ജോർജിന്റെ തന്നെ നിർമ്മാണ കമ്പനിയായ ജോർജിന്റെ തന്നെ പ്രൊഡക്ഷൻ കമ്പനിയായ പപ്പു പ്രൊഡക്ഷൻസിന്റെയും AD സ്റ്റുഡിയോസിന്റെയും ശ്രീ ഗോകുലൻ ഗോവ മൂവീസിന്റെ ബാനറിൽ ആണ് ചിത്രം നിർമ്മിച്ചിട്ടുള്ളത്. അതുകൂടാതെ പണി മറ്റു സംസ്ഥാനങ്ങളിലും മറ്റു ലാംഗ്വേജുകളിലും നല്ല വിജയം ആയ ഒരു സിനിമയാണ്. അതുകൂടാതെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ മറുഭാഷകളിലും ഇപ്പൊ ജോജു ജോർജ് ഒരു തിരക്കുള്ള നടനായി മാറിക്കഴിഞ്ഞു. സൂര്യനായകനായ തമിഴ് ചിത്രമായ റെട്രോ ആണ് ജോജുവിൻ്റെതായി അവസാനം പ്രദർശനത്തിനെത്തിയ ചിത്രം. അതുകൂടാതെ കമലഹാസൻ നായകനായ തഗ് ലൈഫിലും ജോജുവിന് വേഷമുണ്ട്. അപ്പൊ പണി 2 വേണ്ടി നമുക്ക് കാത്തിരിക്കാം. അപ്പൊ പണി തീർന്നിട്ടില്ല മക്കളെ, പണി ഇനിയും പിന്നാലെ വരുന്നുണ്ട്.